ഹലോ എവരി വൺ, മാസ്റ്റർ കി അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. എൻ്റെ പേര് ഷിമി ഷറഫ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അനാറ്റമിയിലെ ഒരു സെക്ഷനായ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഓക്കെ, എന്താണ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ ഹാംഫുൾ ആയിട്ടുള്ള ബേസ് മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. അത് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ കുറേ ഹാംഫുൾ സബ്സ്റ്റൻസസ് ഉണ്ടാവുമല്ലോ, അത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? അമോണിയ ഉണ്ടാവുന്നുണ്ട്, യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള അമോണിയ, യൂറിക് ആസിഡ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ സബ്സ്റ്റൻസസ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണ്ടേ? അപ്പോൾ അത് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. അപ്പോൾ നമ്മുടെ എക്സ്ക്രീഷനിൽ കുറേ ഓർഗൻസ് എക്സ്ക്രീഷനിൽ ഇൻവോൾവ് ആണ്. ഏറ്റവും മെയിൻ ഓർഗൻ ആരാണ്? നമുക്കറിയാം, കിഡ്നിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർഗൻ നമ്മുടെ എക്സ്ക്രീഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ അമോണിയയും യൂറിക് ആസിഡ് ഇത് മൂന്നുമാണ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അമോണിയ റിമൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ യൂറിയ റിമൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ യൂറിക് ആസിഡ് റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇത് മൂന്നുമാണ് നമ്മുടെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അമോണിയ റിമൂവ് ചെയ്യുന്നതിന് എന്താ പറയുക? അമോണോടെലിക് എന്ന് പറയും, അമോണോടെലിസം എന്ന് പറയുവേ. യൂറിയ റിലീസ് ചെയ്യുന്നതിന്, യൂറിയയാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് യൂറിയോടെലിസം എന്ന് പറയും. യൂറിക് ആസിഡ് ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ യൂറിക്കോടെലിസം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഹാംഫുൾ സബ്സ്റ്റൻസസ് ആയ അമോണിയ, യൂറിക് ആസിഡ്. അപ്പോൾ അമോണിയയാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ എന്താ പറയുന്നത്? അമോണോടെലിസം എന്നാണ് പറയുന്നത്. ഓക്കെ, യൂറിയാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ എന്താ പറയുന്നത്? യൂറിയാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ പറയുന്നതാണ് യൂറിയോടെലിസം. ഓക്കെ, യൂറിയോടെലിസം. ഇനി യൂറിക് ആസിഡാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക? യൂറിക്കോടെലിസം. ഓക്കെ, അപ്പം നമുക്കതൊന്നുകൂടെ നോക്കാം. എക്സ്ക്രീഷൻ നമുക്കറിയാം. അപ്പോൾ ഹാംഫുൾ സബ്സ്റ്റൻസസ് റിമൂവ് ചെയ്യുന്നതിന് അമോണിയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് അമോണോടെലിസം എന്ന് പറയുന്നു. യൂറിയയാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ യൂറിയോടെലിസം എന്ന് പറയുന്നു. യൂറിക് ആസിഡാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ യൂറിക്കോടെലിസം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഹ്യൂമൻസ് ഏതിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഹ്യൂമൻസ് യൂറിയോടെലിസത്തിൽ. നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിയയാണ് റിമൂവ് ചെയ്യുന്നത് അല്ലേ? അമോണിയ റിമൂവ് ചെയ്യുന്നത് ആരാന്നറിയാവോ? അമോണിയ റിമൂവ് ചെയ്യുന്നത് അക്വാറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെയാണ് അമോണിയ റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അക്വാറ്റിക് ബോണി ഫിഷസ് ഒക്കെയാണ് ഈ അക്വാറ്റിക് ആംഫീബിയൻസ്, ഇവരൊക്കെയാണ് അമോണിയ റിമൂവ് ചെയ്യുന്നവർ. നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് എന്താണ്? യൂറിയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. യൂറിക് ആസിഡ് റിമൂവ് ചെയ്യുന്നത് ആരൊക്കെയാണ്? യൂറിക് ആസിഡ് റിമൂവ് ചെയ്യുന്നത് ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് ആണ്. ഓക്കെ, യൂറിക് ആസിഡ് റിമൂവ് ചെയ്യുന്നത് ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് ആണ്. നമ്മൾ റിമൂവ് ചെയ്യുന്നത് എന്താണ്? യൂറിയയാണ്. നമ്മൾ യൂറിയോടെലിസമിലാണ് വരുന്നത്. അമോണോടെലിസമിൽ വരുന്നത് കുറച്ച് അക്വാറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ക്രീഷൻ പറഞ്ഞു, മൂന്ന് ടൈപ്സ് പറഞ്ഞു: അമോണോടെലിസം, യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം. അമോണോടെലിസം മീൻസ് എക്സ്ക്രീഷൻ ഓഫ് അമോണിയ, യൂറിയോടെലിസം മീൻസ് എക്സ്ക്രീഷൻ ഓഫ് യൂറിയ, യൂറിക് ആസിഡ് ഇതിനാണ് യൂറിക്കോടെലിസം എന്ന് പറയുന്നു, റെപ്റ്റൈൽസും ബേർഡ്സും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത എക്സ്ക്രീറ്ററി സിസ്റ്റം, നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം നോക്കാം. ഓക്കെ, ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഒരു പെയർ കിഡ്നീസ് ഉണ്ട്, ഒരു പെയർ യൂറീറ്റർ ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, യൂറീത്രയുണ്ട് അല്ലേ? ഇത് കണ്ടോ, ഒരു പെയർ കിഡ്നി ഉണ്ട്, പിന്നെ യൂറീറ്റർ വരുന്നുണ്ട്, പിന്നെ യൂറിനറി ബ്ലാഡർ വരുന്നുണ്ട്, യൂറീത്ര വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത്, ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ മെയിൻ താരം ആരാണ്? നമ്മുടെ കിഡ്നീസ്. ഒരു പെയർ കിഡ്നീസ് ഉണ്ട് നമുക്ക്, അതെല്ലാവർക്കും അറിയുന്നതല്ലേ. ഒരു പെയർ കിഡ്നീസ് ഉണ്ട്, പിന്നെ അതിൽ നിന്ന് വരുന്നത് ആരാണ്? ഇതെന്താണ്? യൂറീറ്റർ ആണ്. പിന്നെ നമുക്ക് വരുന്നത് യൂറിനറി ബ്ലാഡർ ആണ്, പിന്നെ യൂറീത്ര വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ എ പെയർ ഓഫ് കിഡ്നീസ്, പിന്നെ എ പെയർ ഓഫ് യൂറീറ്റേഴ്സ് ആൻഡ് യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറീത്ര. ഓക്കെ, ഇനി കിഡ്നി എന്താണ്? കിഡ്നി റെഡിഷ് ബ്രൗൺ ആണ്. ഓക്കെ, കിഡ്നി റെഡിഷ് ബ്രൗൺ ആണ്. ഏത് ഷേപ്പാണ് നോക്കിയേ? കിഡ്നി ഏത് ഷേപ്പാണ്? ബീൻ ഷേപ്ഡ് അല്ലേ? ഓക്കെ, കിഡ്നി ബീൻ ഷേപ്ഡ് ആണ്. പിന്നെ കിഡ്നിയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേർട്ടിബ്രയിൽ T12 വേർട്ടിബ്രയുടെയും L3യുടെയും ഇടയിലായിട്ടാണ് കിഡ്നി വരുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഒരു പെയർ കിഡ്നീസ്, പിന്നെ ഇത് യൂറീറ്റർ ഉണ്ട്, പിന്നെ ഇതാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ, പിന്നെ യൂറീത്ര. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കിഡ്നീനെ പറ്റി ഇൻ ഡീറ്റെയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതാണ് കിഡ്നി അല്ലേ?
കിഡ്നിയാണെന്നറിയാലോ. നമ്മൾ ബ്രെയിനും ഒക്കെ പഠിച്ചിട്ടില്ല, എപ്പോഴും നമ്മൾ പറയുന്നത് എന്താ, ഔട്ടർ ലെയർ കോർട്ടെക്സ് എന്ന് പറയും, ഉള്ളിൽ മെഡുല എന്ന് പറയും അല്ലേ. അപ്പോൾ കിഡ്നിക്കും അതുപോലെ തന്നെയാണ്. കിഡ്നീനെ പുറമേ കവർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടുണ്ട്, അതിനെന്താ പറയുന്നറിയോ, ഇതാണ് ക്യാപ്സ്യൂൾ. ഇതാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ അടുത്ത വരുന്ന ഭാഗമാണ് ഇവിടെ വരുന്നത് കോർട്ടെക്സ് ആണ്. ഓക്കെ, ഇത് ഇത്രയും കോർട്ടെക്സ് വരുന്നു, പിന്നെ ഉള്ളിലാണ് മെഡുല വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് ക്യാപ്സ്യൂൾ. അപ്പോൾ കിഡ്നീനെ മൊത്തത്തിൽ കവർ ചെയ്യുന്നത് പാർട്ടിനെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നു. പിന്നെ ഉള്ളിൽ ആരാ ഉള്ളത്, ഇതാണ് ക്യാപ്സ്യൂൾ. ഓക്കെ, അത് ക്യാപ്സ്യൂളാണേ. സോറി, ഇതാണ് ക്യാപ്സ്യൂള്. പിന്നെ അകത്ത് കോർട്ടെക്സ് ഉണ്ട്. പിന്നെ മെഡുല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇൻവേർട്ടഡ് പിറമിഡ്സ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. എന്താണ്, കുറച്ച് ഇൻവേർട്ടഡ് പിറമിഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഇത് കിഡ്നിയുടെ ഔട്ടർ ലെയർ ക്യാപ്സ്യൂൾ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക, ഇതാണ് കോർട്ടെക്സ്. ഇതെന്താണ്, കോർട്ടെക്സ്. പിന്നെ ഉള്ളിലുള്ള ഈ ഭാഗത്തിന് എന്താ പറയണമെന്നറിയോ, മെഡുല എന്നാണ് പറയണത്. അപ്പോൾ മെഡുലയിൽ ഒരു പിറമിഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ളതുകൊണ്ട് അതിനെ മെഡുലറി പിറമിഡ്സ് എന്ന് പറയുന്നു. എന്താണ്, ഇതാണ് പിറമിഡ്സ്, അതായത് മെഡുലറി പിറമിഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കിഡ്നിക്ക് ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്, ഒരു കോർട്ടെക്സ് ഉണ്ട്, പിന്നെ ഇൻവേർട്ടഡ് പിറമിഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അത് മെഡുലയിൽ ഇരിക്കുന്നതുകൊണ്ട് അതിനെ മെഡുലറി പിറമിഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഈ മെഡുലറി പിറമിഡിന് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങോട്ട് പോകും. നമ്മൾ എന്താ മെയിൻ ഫംഗ്ഷൻ നമുക്കറിയാലോ, യൂറിൻ ഫോർമേഷൻ അല്ലേ. യൂറിൻ എന്നിട്ട് താഴോട്ട് പാസ് ചെയ്യണ്ടേ. അപ്പോൾ ഈ ഓരോന്നും വരുന്ന സംഭവം എന്താണെന്നറിയോ, ഇതാണ് മൈനർ കാലിക്സ്. നമ്മുടെ ഓരോ മെഡുലറി പിറമിഡിൽ നിന്നും വരുന്ന ഭാഗമാണ് മൈനർ കാലിക്സ്. ഇതെല്ലാം കൂടെ ജോയിൻ ആയി വരുന്ന ഭാഗത്തിന് എന്ത് പറയും, അത് മേജർ കാലിക്സ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, കിഡ്നിക്ക് ഒരു ഔട്ടർ കോർട്ടെക്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഇന്നർ മെഡുല ഉണ്ടെന്ന് പറഞ്ഞു. മെഡുലയിൽ എന്താ ഉള്ളത്, പിറമിഡ്സ് ഉണ്ട്. ഓക്കെ, ആ പിറമിഡ്സിൽ തന്നെ നമ്മൾ കണ്ട ഓരോ പിറമിഡിൽ നിന്ന് വരുന്ന ഈ ഓരോ ഭാഗമില്ലേ, ഇതാണ് മൈനർ കാലിക്സ്. ഈ മൈനർ കാലിക്സ് ജോയിൻ ചെയ്ത് വരുന്ന ഈ ഭാഗമാണ് മേജർ കാലിക്സ്. ഓക്കെ, ഇനി ഈ പിറമിഡിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമാണ് ഈ കോളംസ് ഓഫ് ബെർട്ടിനി. ഓക്കെ, എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ ഇതിൽ? അപ്പോൾ കിഡ്നിയുടെ സ്ട്രക്ചർ വരുമ്പോൾ കിഡ്നിയുടെ ഔട്ടർ ലെയർ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നു, പിന്നെ ഒരു ലെയറാണ് കോർട്ടെക്സ് ആൻഡ് മെഡുല. ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല. മെഡുലയിൽ എന്താ ഉള്ളത്, പിറമിഡ്സ് ഉണ്ട്. പിറമിഡ്സ് ആദ്യം വരുന്നത് മൈനർ കാലിക്സ് വരും. ഈ മൈനർ കാലിക്സ് ജോയിൻ ചെയ്ത് മേജർ കാലിക്സിലോട്ട് പോകും. ഈ പിറമിഡ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെ നമ്മൾ കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ. നോക്കിയേ, നമ്മുടെ കിഡ്നിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഏതായിരിക്കും, റീനൽ ആർട്ടറി ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. വീനസ് സപ്ലൈ ആണെങ്കിൽ റീനൽ വെയിന്. നമ്മൾ അനാറ്റമി പഠിക്കുമ്പം എപ്പോഴും ഡയഗ്രാം വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഡയഗ്രാം വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൺസെപ്ച്വലി മനസ്സിലാവുകയും നമുക്കത് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് മിസ്സാവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കിഡ്നി നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് നോക്കിയേ, കിഡ്നിയിൽ പിറമിഡ്സ് കണ്ടു, റീനൽ പിറമിഡ്സ് കണ്ടോ, ഇൻവേർട്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് റീനൽ പിറമിഡ്സ്. പിന്നെ ഇത് കണ്ടോ, ഇതായിരുന്നു നമ്മൾ പറഞ്ഞ മൈനർ കാലിക്സ്. ഇതെന്തായിരുന്നു, മേജർ കാലിക്സ്. ഈ മേജർ കാലിക്സ് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ്, ഇവിടെയാണ് റീനൽ പെൽവിസ് എന്ന് പറയും. ഇവിടെ റീനൽ പെൽവിസ് അല്ലെങ്കിൽ റീനൽ ഹൈലം എന്ന് പറയുന്നു. പിന്നെ അത് താഴോട്ട് വരുന്നു, നമ്മുടെ യൂറീറ്ററിലോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കിഡ്നിയെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാരായിരിക്കും, കിഡ്നിയാണ് നമ്മുടെ എക്സ്ക്രീഷനിലെ ഇമ്പോർട്ടൻ്റ് ഓർഗൻ. അപ്പോൾ കിഡ്നീനെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് ആരാണ്, നെഫ്രോൺസ് ആണ്. നെഫ്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ നെഫ്രോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. നമ്മുടെ ഒരു കിഡ്നിയിൽ ഒരു 1 മില്യൺ നെഫ്രോൺസ് ഉണ്ട്. ഒരു കിഡ്നിയിൽ 1 മില്യൺ നെഫ്രോൺസ് ഉണ്ട്. ഓക്കെ, ഈ നെഫ്രോൺസിന് 2 പാർട്ടാണുള്ളത്. ഓക്കെ, നമ്മൾ കിഡ്നി പറഞ്ഞു, കിഡ്നിയിൽ ഒരു നെഫ്രോണായിട്ട് ഞാൻ വരയ്ക്കുകയാണേ. ഓക്കെ, ഇതാണ്
ഇപ്പോൾ ഒരു കിഡ്നിയിൽ നെഫ്രോണാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ കോർട്ടെക്സിൻ്റെ മെഡുലയിലുമായിട്ടാണ് കിടക്കുന്നത്. കുറച്ച് പാർട്ട് കോർട്ടെക്സിലും നെഫ്രോണിൻ്റെ കുറച്ച് പാർട്ട് മെഡുലയിലും കിടക്കുക. അപ്പോൾ നമ്മുടെ നെഫ്രോണിൻ്റെ പാർട്ട് നോക്കിയാലോ, കണ്ടോ, ഇതാണ് ഗ്ലോമെറുലസ്. അപ്പോൾ ഇത് ഇത്രയും പാർട്ട്, ഇവിടെയാണ് ഗ്ലോമെറുലസ് വരുന്നത്. പിന്നെ നമ്മുടെ റീനൽ ട്യൂബ്യൂൾ വരും. ഓക്കെ, ഇത് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. ഇവിടെ വരുന്ന പാർട്ടാണ് ഈ ഗ്ലോമെറുലസ്. ഇതാണ് ഗ്ലോമെറുലസ്. ഓക്കെ, ഇത് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ 2 പാർട്സ് ഓഫ് നെഫ്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒന്ന് ബോമൻസ് ക്യാപ്സ്യൂൾ വരുന്നു, പിന്നെ റീനൽ ട്യൂബ്യൂൾ വരുന്നു. ഓക്കെ, ബോമൻസ് ക്യാപ്സ്യൂളും റീനൽ ട്യൂബ്യൂളുമാണ് വരുന്നത്. അപ്പോൾ ഗ്ലോമെറുലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് കിഡ്നിക്ക് സപ്ലൈ ചെയ്യുന്ന ആരാന്ന് പറഞ്ഞാൽ റീനൽ ആർട്ടറി പറഞ്ഞില്ലേ, റീനൽ ആർട്ടറിന്ന് അതിൻ്റെ ഒരു ബ്രാഞ്ച് കേട്ടോ, ഒരു റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചായ അഫറൻറ്റ് ആർട്ടീരിയോൾ. ആരാണ്? അഫറൻറ്റ് ആർട്ടീരിയോൾ ഇതിനുള്ളിലോട്ട് വരും. എന്നിട്ട് അത് കുറേ ക്യാപ്പിലറീസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും, ഒരു ടഫ്റ്റ് ഓഫ് ക്യാപ്പിലറീസ്. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, ഗ്ലോമെറുലസ് എന്ന് പറയും. എന്നിട്ട് ഇത് ലീവ് ചെയ്യുന്നത്, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ലീവ് ചെയ്യുന്നയാൾ ആരാ? എഫറൻറ്റ് ആർട്ടിയോൾ. നമ്മൾ ഉള്ളിലോട്ട് കയറുന്നയാൾ അഫറൻറ്റ് ആൻഡ് പുറത്തോട്ട് പോകുന്നയാൾ എഫറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്ലോമെറുലസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ സംഭവത്തിന് എന്താ പറയണത്, ഇത് നമ്മുടെ ബോമൻസ്, ഒരു കപ്പ് പോലെ ഇരിക്കുന്നുണ്ട്, ഒരു കപ്പ്. ആ കപ്പിനെയാണ് നമ്മൾ ബോമൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ഈ ഗ്ലോമെറുലസ് ഉണ്ട്. അപ്പോൾ ബോമൻസ് ക്യാപ്സ്യൂള്, ഇതാണ് ബോമൻസ് ക്യാപ്സ്യൂള്. ഓക്കെ, ഇതിനുള്ളിൽ ഗ്ലോമെറുലസ് ഉണ്ട്. ഈ മൊത്തത്തിൽ ഈ പാർട്ടിനെയാണ് നമ്മൾ മാൽപീജിയൻ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, മാൽപീജിയൻ ബോഡി ഓർ മാൽപീജിയൻ കോർപ്പസൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗ്ലോമെറുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോമെറുലസ് എന്ന് പറഞ്ഞാൽ ഒരു ടഫ്റ്റ് ഓഫ് ക്യാപ്പിലറീസ് ഫോംഡ് ബൈ അഫറൻറ്റ് ആർട്ടീരിയോൾ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി. ഓക്കെ, റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് അഫറൻറ്റ് ആർട്ടീരിയോൾ. അത് നമ്മുടെ അത് കയറി ഉള്ളിലൊരു ടഫ്റ്റ് ഓഫ് ക്യാപ്പിലറീസ് ആവുന്നതാണ് ഗ്ലോമെറുലസ്. അപ്പോൾ ഈ വരുന്നതാൾ ആരാണ്? എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്യാപ്പിലറീസ് പോകുന്നു, പുറത്തോട്ട് പോകുന്നു. അത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മുടെ ഗ്ലോമെറുലസ്. ഓക്കെ, ഇതാണ് ഗ്ലോമെറുലസ്. ഓക്കെ, ഗ്ലോമെറുലസിലോട്ട് ഈ വരുന്നയാൾ ആരാണ്? അഫറൻറ്റ് ആർട്ടീരിയോൾ, എ ആണ്. ഓക്കെ, ഇവിടെ വരുന്നത് അഫറൻറ്റ്, ഇതാരാണ്? ഇത് എഫറൻറ്റ് ആണ്, എഫറൻറ്റ് ആർട്ടീരിയോൾ ആണ്. ഓക്കെ, അപ്പോൾ ടഫ്റ്റ് ഓഫ് ക്യാപ്പിലറീസ്. വാട്ട് ഈസ് ഗ്ലോമെറുലസ്? ഇറ്റ് ഈസ് എ ടഫ്റ്റ് ഓഫ് ക്യാപ്പിലറീസ്. ഓക്കെ, ഫോംഡ് ബൈ അഫറൻറ്റ് ആർട്ടീരിയോൾ. ഈ അഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറഞ്ഞാൽ ആരുടെ ബ്രാഞ്ചാണ് അഫറൻറ്റ് ആർട്ടീരിയോൾ? ആരുടെ ബ്രാഞ്ച് ആയിരിക്കും? നമ്മുടെ റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് അഫറൻറ്റ് ആർട്ടീരിയോൾ. പിന്നെ ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്ന ആൾ ആരാണ്? ഈ ഗ്ലോമെറുലസിൽ നിന്നുള്ള ബ്ലഡ് ക്യാരി അവേ ചെയ്യുന്ന ആൾ എഫറൻറ്റ് ആർട്ടീരിയോൾ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, പിന്നെ നമ്മളപ്പോൾ ബോമൻസ് ക്യാപ്സ്യൂൾ പറഞ്ഞല്ലോ. എന്തായിരുന്നു ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ഒരു ഡബിൾ ലെയേർഡ് കപ്പാണ്. അത് ഗ്ലോമെറുലസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഗ്ലോമെറുലസ് ഉള്ളിലുള്ള ഒരു ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ഗ്ലോമെറുലസിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചറിന് എന്താ പറയുന്നത്? ബോമൻസ് ക്യാപ്സ്യൂൾ. അത് ക്ലിയർ ആയല്ലോ അല്ലേ? നമ്മുടെ റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചായ അഫറൻറ്റ് ആർട്ടീരിയോൾ വന്നു, ഒരു ടഫ്റ്റ് ഓഫ് ക്യാപ്പിലറീസ് ആയിട്ട് ലീവ് ചെയ്യുന്നു എഫറൻറ്റ് ആർട്ടീരിയോൾ. അതാണ് നമ്മുടെ ഗ്ലോമെറുലസ്. ഈ ഗ്ലോമെറുലസിനെ എൻക്ലോസ് ചെയ്യുന്ന കപ്പിന് എന്താ പറയുന്നു? ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നു. ഈ രണ്ടുപേരെയും കൂടെ നമ്മൾ എന്താ വിളിച്ചത്? മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി എന്ന് വിളിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? റീനൽ ട്യൂബ്യൂളിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ റീനൽ ട്യൂബ്യൂളാണ്. ഈ റീനൽ ട്യൂബ്യൂൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? റീനൽ ട്യൂബ്യൂൾ ആരൊക്കെയുണ്ട്? റീനൽ ട്യൂബ്യൂൾ നമ്മൾ പറഞ്ഞു, ഇത് നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂള്, ഗ്ലോമെറുലസ്. ഇനി നമ്മുടെ റീനൽ ട്യൂബ്യൂൾ വരെയാണ്. റീനൽ ട്യൂബ്യൂൾ ആദ്യം വരുന്നയാൾ ആരാ? ഇതെന്താണ്? പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബിൾ, ആദ്യത്തെ ആൾ. അപ്പോൾ നമ്മുടെ യൂറിൻ ഉണ്ടായാൽ കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുമ്പോൾ അതിൽ നിറയെ ഇലക്ട്രോലൈറ്റ്സും വാട്ടറും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അബ്സോർബ് ചെയ്യണം. അപ്പോൾ അബ്സോർപ്ഷനൊക്കെ നല്ല നടക്കുന്ന പാർട്ട് പിന്നെ ഉണ്ട്, അബ്സോർപ്ഷനും. ഇത് നമ്മൾ യൂറിൻ ഫോർമേഷനിൽ പഠിക്കും. അപ്പോൾ റീനൽ ട്യൂബ്യൂളിൽ ആദ്യത്തെ ഗ്ലോമെറുലസ് നമ്മൾ കണ്ടു. അടുത്ത ആൾ ഇതാണ് പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ആരാണ്? പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഓക്കെ, പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നതെന്നറിയോ? അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫിൽട്രേറ്റിൽ നിന്നുള്ള വാട്ടറിനെയും ഇലക്ട്രോലൈറ്റിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നു. നമുക്ക്
ആദ്യം ഇദ്ദേഹം ഗ്ലോമറുലസ് കുറേ സംഭവങ്ങൾ ചെയ്തിട്ട് ഒരു ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാക്കും. പക്ഷെ അതിലെന്തൊക്കെയുണ്ടെന്നറിയോ? അതിൽ നിറയെ ന്യൂട്രിയൻസും വാട്ടറും ഇലക്ട്രോലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ആൾക്കാരെല്ലാം നമ്മൾ അബ്സോർബ് ചെയ്യണ്ടേ, വേസ്റ്റിനെ മാത്രമേ നമുക്ക് പുറത്തോട്ട് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫിൽട്രേറ്റിൽ, അതായത് ഗ്ലോമറുലസിനാണ് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റായ നെഫ്രോൺസിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗ്ലോമറുലസ് ഫസ്റ്റ്. അപ്പോൾ ഗ്ലോമറുലസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. അപ്പോൾ ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ചെയ്ത് കിട്ടുന്ന സംഭവത്തിനെ ഇങ്ങോട്ട് വരൂലേ, അതിനെ നമ്മൾ ഈ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അതിൽ നിന്ന് നിറയെ വാട്ടറും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ അബ്സോർബ് ഒക്കെ ചെയ്യുന്നു. ഓക്കെ, അബ്സോർബ്സ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. അതാണ് നമ്മുടെ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ ഫംഗ്ഷൻ. പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിനെ കണ്ടല്ലോ. ഇനി അടുത്ത ആൾ ആരാണ്? അടുത്തയാൾ നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി. നമ്മുടെ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കഴിഞ്ഞാൽ ഒരു ലൂപ്പ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി. ഇങ്ങനെ ഒരു ഹെയർ പിന്ന് പോലത്തെ കണ്ടോ, നമ്മുടെ ഹെയറിലൊക്കെ കുത്തുന്ന പിന്ന് പോലെയുള്ള ഒരു സംഭവം. ഇതാണ് നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി. ഇതാണ് ലൂപ്പ് ഓഫ് ഹെൻലി. ലൂപ്പ് ഓഫ് ഹെൻലിക്ക് 2 ലിമ്പുണ്ട്. 2 ലിമ്പ് കണ്ടോ, ഒന്ന് ഇതാ താഴേക്ക് പോകുന്നു, അപ്പോൾ അതെന്തായിരിക്കും? ഡിസെൻഡിങ് ലിമ്പ്. ഒന്ന് മേളിലോട്ട് പോകുന്നു, അതെന്തായിരിക്കും? അസെൻഡിങ് ലിമ്പ്. ഓക്കെ, അപ്പോൾ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് 2 ലിമ്പുണ്ട്. ഇതെന്തായിരുന്നു? ഇതാണ് ഡിസെൻഡിങ് ലിമ്പ്, ഇതാണ് അസെൻഡിങ് ലിമ്പ്. ഓക്കെ, ഈ ഡിസെൻഡിങ് ലിമ്പ് എന്താണെന്ന് ചെയ്യാമെന്നറിയാവോ? ഈ ഡിസെൻഡിങ് ലിമ്പിൽ നിന്ന് വാട്ടറൊക്കെ അബ്സോർബ് ചെയ്തു. ഡിസെൻഡിങ് ലിമ്പിൽ നിന്ന് എന്ത് ചെയ്യുമെന്നറിയോ? ഇങ്ങോട്ട് വെള്ളത്തിനെല്ലാം അങ്ങ് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നല്ല കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിരിക്കും കിട്ടുക. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ എത്തുമ്പോഴത്തേക്കും കൂടുതൽ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ആയിരിക്കും ഇങ്ങോട്ട് എടുക്കുക. ഇലക്ട്രോലൈറ്റ്സിനായിരിക്കും ഇങ്ങോട്ട് എടുക്കുന്നത്. ഓക്കെ, ഈ അസെൻഡിങ് ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപെർമിയബിൾ ടു വാട്ടർ ആൻഡ് ഡിസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു വാട്ടർ ആൻഡ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമ്മുടെ ഇത് പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, പിന്നെ നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി വന്നു. ലൂപ്പ് ഓഫ് ഹെൻലിക്ക് 2 ലിംബ്. ഇതാരായിരുന്നു? റീനൽ ട്യൂബ്യൂളാണ് ഈ വരച്ചിരിക്കുന്നത്. അത് റീനൽ ട്യൂബ്യൂൾ. ഓക്കെ, അപ്പോൾ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് 2 ലിംബ്, ഡിസെൻഡിങ് ലിംബ് ആൻഡ് അസെൻഡിങ് ലിംബ്. ഡിസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു വാട്ടർ. അത് വാട്ടറൊക്കെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ കോൺസെൻട്രേറ്റ് ആക്കുന്നു. പിന്നെ അസെൻഡിങ് ലിംബിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഡിസ്റ്റൽ ഇനി അടുത്ത ട്യൂബ്യൂൾ ആരാ ഉള്ളത്? നമ്മുടെ ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. കണ്ടോ, ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്താ ചെയ്യുന്നത് നോക്കിയേ. ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അവിടെയും അവർക്കും ഈ ആസിഡിക് ബാലൻസ്, ബേസിക് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സോഡിയം, വാട്ടറും pH, അയണിക് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ വാട്ടറിനെയും സോഡിയത്തിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മുടെ ട്യൂബുലാർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളും കൂടെ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളാണ് ഇവിടെ കളക്റ്റിംഗ് ഡക്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ കളക്ട് ചെയ്യണ്ടേ, അങ്ങനെ കളക്റ്റിംഗ് ഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഈ കളക്റ്റിംഗ് ഡക്റ്റ് എന്താ ചെയ്യുന്നത്? കളക്റ്റിംഗ് ഡക്റ്റും നമ്മുടെ ബോഡിയിൽ pHും അയണിക് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ വാസാറെക്റ്റ എന്താണെന്നറിയോ? വാസാറെക്റ്റ നമ്മൾ നേരത്തെ ഹെൻലീസ് ലൂപ്പ് പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ഹെയർ പിൻ സംഭവം. അപ്പോൾ അതിന് പാരലായിട്ട് ഒരു ആൾ പോകുന്നുണ്ട് കേട്ടോ. അതിന് പാരലായിട്ട് പോകുന്ന ആളാണ് വാസാറെക്റ്റ. ഇതാ വാസാറെക്റ്റ. അത് കുറച്ച് ക്യാപ്പിലറീസ് ആണ്. ഈ ഹെൻലീസ് ലൂപ്പും വാസാറെക്റ്റയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കുക. അപ്പം നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞു. ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ ഗ്ലോമറുലസ് ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഹെൻലീസ് ലൂപ്പ് പറഞ്ഞു. ഹെൻലീസ് ലൂപ്പിന് 2 ലിംബ്, ഡിസെൻഡിങ് ലിംബ് ആൻഡ് അസെൻഡിങ് ലിംബ്. പിന്നെ നമ്മൾ ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കളക്റ്റിംഗ് ഡക്റ്റ് പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ഹെൻലീസ് ലൂപ്പിന് പാരലായിട്ടുള്ള കുറച്ച് ക്യാപ്പിലറീസ്, അതെന്താ വിളിക്കുന്നത്? വാസാറെക്റ്റ. ഓക്കെ, വാസാറെക്റ്റയുടെ ഷേപ്പ് നോക്കിയ യു ഷേപ്ഡ് സ്ട്രക്ചറാണ് വാസാറെക്റ്റ. അപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കിഡ്നിയുടെ ഏറ്റവും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് നെഫ്രോൺസ് ആയിരുന്നു. അപ്പോൾ നെഫ്രോൺസിൽ നോക്കിയേ, ഇതാണ് റീനൽ ആർട്ടറി. കണ്ടോ, റീനൽ ആർട്ടറിയും റീനൽ വെയിനും കണ്ടോ. ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് റീനൽ ആർട്ടറി, ബ്ലൂ കളറിലത് റീനൽ വെയിൻ. അപ്പോൾ റീനൽ ആർട്ടറിയാണ് ഓക്സിജൻ ഉള്ള ബ്ലഡിനെ കൊണ്ടുവരുന്നത്. ഈ ഓക്സിജൻ ഉള്ള ബ്ലഡിനെ കൊണ്ടുവരുന്ന റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് ഈ അഫറൻറ്റ് ആർട്ടീരിയോൾ. ഈ അഫറൻറ്റ് ആർട്ടീരിയോൾ നമ്മുടെ ഗ്ലോമറുലസിൻ്റെ ഉള്ളിലോട്ട് കടക്കുന്നു. ഗ്ലോമറുലസിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ട് പുറത്തോട്ട് പോകുന്നയാളാണ് ദ എഫറൻറ്റ് ആർട്ടീരിയോൾ. ഓക്കെ, ഈ പാർട്ട്, ഈ ഒരു കപ്പ് ഷേപ്പിലെ പാർട്ടിനെ നമ്മൾ എന്താ പറയുന്നത്? ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു. ഓക്കെ, കണ്ടോ, ബോമൻസ് ക്യാപ്സ്യൂൾ, അതിനുള്ളിൽ ഗ്ലോമറുലസ്. ഇത് മൊത്തത്തിൽ എന്താ പറഞ്ഞത്?
ഈ ബോമൻസ് ക്യാപ്സൂൾ വിത്ത് ഗ്ലോമറുലസ് ഈസ് കോൾഡ് മാൽപീജിയൻ ബോഡി. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നതാരാണ്? പിന്നെ ഈ പോയിരിക്കുന്നത് നമ്മുടെ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. പ്രോക്സിമൽ PCT കണ്ടോ, പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഓക്കെ, അത് കഴിഞ്ഞൊരു സ്ട്രക്ചർ കണ്ടോ, നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി. ലൂപ്പ് ഓഫ് ഹെൻലിയുടെ 2 ലിംബ് കണ്ടോ, ലൂപ്പ് ഓഫ് ഹെൻലിക്ക് 2 ലിംബുണ്ട്. ദ ഡിസെൻഡിങ് ലിംബ് കണ്ടോ, ദ ഡിസെൻഡിങ് ലിംബുണ്ട്, പിന്നെ ഒരു അസെൻഡിങ് ലിംബുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന ആളാണ്? ആദ്യം ഒരു പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കഴിഞ്ഞു, പിന്നെ നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി പറഞ്ഞു, പിന്നെ പോയത് ആരാണ്? പിന്നെ നമ്മൾ ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഓക്കെ, അത് വരച്ച് തന്നെ നമ്മൾ നോക്കുക. അപ്പോൾ ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു കളക്റ്റിംഗ് ട്യൂബ്യൂൾ കണ്ടോ, കളക്റ്റിംഗ് ട്യൂബ്യൂൾ. ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്നറിയോ? ഇത് നോക്കിയേ, കിഡ്നിയിൽ ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കിയേ. കിഡ്നിയിൽ കോർട്ടെക്സിലും മെഡുലയിലും ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ തിരിച്ചു വരുവേ, ഇത്രയും ഭാഗമില്ലേ, ഇത് ഇത്രയും ലൂപ്പ് ഓഫ് ഹെൻലിയൊക്കെ ഇത് മെഡുലയിലായിരിക്കുക, മറ്റേ ഭാഗം കോർട്ടെക്സിലായിരിക്കുക, അങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ തിരിച്ചൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പം മെഡുലയിലോട്ട് ഇറങ്ങിയിരിക്കും ഈ ലൂപ്പ് ഓഫ് ഹെൻലി. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നെഫ്രോൺസിനെ പറ്റി പറഞ്ഞു. ഇനി നെഫ്രോൺസിൽ ഒരു 2 പോയിന്റും കൂടെ പറയാനുണ്ട്. നമ്മളപ്പോൾ നെഫ്രോൺസിലെ പാർട്സ് പറഞ്ഞല്ലോ. നെഫ്രോൺസ് 2 ടൈപ്പ് നെഫ്രോൺസ് ഉണ്ട് കേട്ടോ. നെഫ്രോൺസ് 2 ടൈപ്പ് നെഫ്രോൺസ് ഉണ്ട്. ഓക്കെ, നമ്മൾ നെഫ്രോൺസ് പറഞ്ഞപ്പോൾ 2 ടൈപ്പ് നെഫ്രോൺസ് ഉണ്ട്. അതായത് കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. ഓക്കെ, നെഫ്രോൺസ് 2 ടൈപ്പ് ഉണ്ട്. നെഫ്രോൺ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. അപ്പോൾ കോർട്ടിക്കൽ നെഫ്രോൺസും ഉണ്ട്, ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസും ഉണ്ട്. ഓക്കെ, ഈ കോർട്ടിക്കൽ നെഫ്രോൺസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ ഈ ലൂപ്പ് ഓഫ് ഹെൻലിയില്ലേ, ഈ ലൂപ്പ് ഓഫ് ഹെൻലി സ്മോൾ ആയിരിക്കും കേട്ടോ, ലൂപ്പ് ഓഫ് ഹെൻലി സ്മോൾ. അപ്പോൾ കോർട്ടിക്കൽ നെഫ്രോൺസിൽ എന്താണ്? നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി സ്മോൾ ആയിരിക്കുമേ. പക്ഷേ ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസിൽ എന്താണ്? ഈ ലൂപ്പ് ഓഫ് ഹെൻലി ലോങ് ആയിരിക്കും, ഈ ലൂപ്പ് ലോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ നെഫ്രോൺസിൽ നമ്മൾ ഫുൾ സ്ട്രക്ചർ പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറയുമ്പം 2 ടൈപ്പ് നെഫ്രോൺസ് ഉണ്ട്. അത് നോട്ട് ചെയ്തോളൂ, കോർട്ടിക്കൽ ആൻഡ് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. അപ്പോൾ കോർട്ടിക്കൽ നെഫ്രോൺസ് പറയുമ്പം നമ്മൾ പറഞ്ഞ ഈ ലൂപ്പിലെ ലൂപ്പ് ഓഫ് ഹെൻലി പറഞ്ഞില്ലായിരുന്നോ? ലൂപ്പ് ഓഫ് ഹെൻലിയുടെ 2 ലിംബ് എന്തായിരുന്നു? ഡിസെൻഡിങ് ലിംബ് അസെൻഡിങ് ലിംബ് പറഞ്ഞില്ല. ഈ ലൂപ്പ് ഓഫ് ഹെൻലി സ്മോൾ ആയതാണ് കോർട്ടിക്കൽ നെഫ്രോൺസ്. ലൂപ്പ് ഓഫ് ഹെൻലി ലോങ് ആയാൽ അതിനെ ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് പറയും. കാരണം അത് അങ്ങനെ പേര് വരാൻ തന്നെ കാരണം എന്താ? ഈ ലോങ് ആകുമ്പോൾ അത് മെഡുലയിലോട്ട് ഇറങ്ങിയായിരിക്കുക, അതുകൊണ്ടാണ് അതിനെ ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് പറയാം. ഓക്കെ, ഇതുവരെ ഉള്ളത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് നമ്മുടെ യൂറിൻ ഫോർമേഷൻ. അത് ഏതൊക്കെ 3 സ്റ്റെപ്പ് വഴിയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഫസ്റ്റ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, പിന്നെ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. അപ്പോൾ നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷനാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗ്ലോമറുലസിലാണ് അത് നടക്കുന്നത്. ഗ്ലോമറുലസിൽ വെച്ച് നടന്നിട്ട് ഒരു ഫിൽട്രേറ്റ് ഉണ്ടാവുന്നു, അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. അതിനൊരു റേറ്റ് ഉണ്ട്. നമ്മൾ ഒരു മിനിറ്റിൽ തന്നെ 125 ml ഉണ്ടാവുന്നത്. ഒരു മിനിറ്റിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എത്ര ഉണ്ടാവുന്നതെന്നറിയോ? 125 ml. ഒരു ദിവസം ആകുമ്പോൾ 180 ലിറ്റർ ഉണ്ടാവുന്നുണ്ട്, 180 ലിറ്റേഴ്സ്. പക്ഷേ നമ്മുടെ യൂറിൻ എത്രയാണ്? യൂറിൻ ഫോർമേഷൻ 1 to 1.5 ലിറ്റർ അല്ലേ ഉള്ളൂ. ഈ 180 ലിറ്റർ ഫിൽട്രേറ്റ് ചെയ്ത് യൂറിൻ എത്രയാണ് ഉണ്ടാവുന്ന? 1.5 ലിറ്റർ. അപ്പോൾ എന്തായിരിക്കും? കുറേ സംഭവങ്ങൾ നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ നിറയെ ന്യൂട്രിയൻസും ഇലക്ട്രോലൈറ്റ്സും വാട്ടറും ഒക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം അബ്സോർബ് ചെയ്യണ്ടേ? അതാ ഇവിടെ നടക്കുന്നത്. ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ട്യൂബുലാർ സെക്രീഷൻ നടക്കുന്ന എന്താ അറിയാവോ? നമ്മുടെ ആസിഡിക്കും pH ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ആസിഡിക്കും അയോണിക് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ സോഡിയം, പൊട്ടാഷ്യം, H+ അയോൺസ് അതൊക്കെ സെക്രീറ്റ് ചെയ്യുന്നതാണ് ഈ ട്യൂബുലാർ സെക്രീഷൻ. ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ മനസ്സിലായല്ലോ. നമ്മൾ ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ കഴിഞ്ഞ് നമുക്ക് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എത്രയാണ് ഉണ്ടാവുന്നത്? അപ്പോൾ ഒരു മിനിറ്റിൽ 125 ml ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് പിന്നെ അതിൽ നിന്ന് കുറേ റീഅബ്സോർബ് ചെയ്താണ് നമുക്ക് അവസാനം യൂറിനായിട്ട് പുറത്തോട്ട് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ യൂറിൻ ഫോർമേഷൻ. ഓക്കെ, അത് ആരായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ ഗ്ലോമറുലസ് ആണ്. പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ, ഗ്ലോമറുലസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ
ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ആണ്. ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ക്യാരിഡ് ഔട്ട് ബൈ ഗ്ലോമറുലസ്. എന്നിട്ട് നമ്മൾ ഒരു മിനിറ്റിൽ തന്നെ എത്ര ബ്ലഡാണ് 1100 to 1200 ml ബ്ലഡ് വരെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫിൽറ്റർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂള്, ഇത് ഗ്ലോമറുലസ് അല്ലേ. ഓക്കെ, ഇവിടെ വെച്ചാൽ ഫിൽട്രേഷൻ നടക്കണത് എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഈ വരുന്ന ബ്ലഡിനെ നമ്മളിങ്ങനെ ഞെക്കി പിഴിയുന്നതാണ്. അപ്പോൾ ഈ നമ്മളെ ബ്ലഡിൽ നിന്ന് ഞെക്കി പിഴിഞ്ഞ് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ ഫിൽട്രേറ്റ് ഇതിലൂടെ പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് ഹോൾസ് പോലെയുണ്ട് കേട്ടോ, പോഡോസൈറ്റ്സ് എന്നാണ് പറയണത്. ഇവിടെയൊക്കെ കുറച്ച് ഹോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഇത് നടക്കുന്നതിനില്ലേ 3 ലെയർ വഴി ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് ഫിൽട്രേഷൻ നടക്കുന്നതെന്നറിയാം, അത് നല്ലൊരു അൾട്രാ ഫിൽട്രേഷനാണ്. 3 ലെയേഴ്സ് ഉണ്ട്. ആ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ ബ്ലഡ് വെസൽസിലെ എൻഡോത്തീലിയം, നമ്മൾ ലങ്സ് ഒക്കെ പറഞ്ഞപ്പോൾ ആൽവിയോളയും ലങ്സിന് ബ്ലഡുമായിട്ട് നമ്മൾ ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കെ പറഞ്ഞില്ലേ, അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതുപോലെയാണ് ഇവിടെ നടക്കുന്നത്. എന്താണ്, ഇവിടെയും ഈ ഫിൽട്രേഷൻ നടക്കുമ്പോൾ 3 ലെയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസലും, പിന്നെ ഈ ഇടയ്ക്ക് വരുന്നത് എന്താണ്, നമ്മുടെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ആണ്. ഇവിടെ വരുന്നത് ബേസ്മെൻറ്റ് മെംബ്രെയിൻ. പിന്നെ ഇവിടെ എന്താണ്, ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ നമ്മൾ എഫറൻ്റ് ആർട്ടീരിയോൾ വന്ന് ഗ്ലോമറുലസ് ആവൂലേ, ആ ബ്ലഡ് കാപ്പിലറീസിലെ എൻഡോത്തീലിയം. പിന്നെ നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂൾ, ഈ ബോമൻസ് ക്യാപ്സ്യൂളിലെ എപ്പിത്തീലിയം, ഇതിനിടയിലെ മെംബ്രെയിൻ എന്താ പറയുന്ന, ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഈ ഫിൽട്രേഷൻ നടക്കുന്നത് ഈ 3 ഫിൽട്രേഷൻ, ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കുന്നത് 3 ലെയേഴ്സ്. 3 ലെയേഴ്സ് ഏതൊക്കെയാണ്, എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് കാപ്പിലറീസ്, പിന്നെ നമ്മുടെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദ 2 ലെയേഴ്സ്, ആൻഡ് എപ്പിത്തീലിയം ഓഫ് ബോമൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ യൂറിൻ ഫോർമേഷൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ നമ്മുടെ ഗ്ലോമറുലസിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ നമ്മുടെ റീനൽ ആർട്ടറിയിലെ ഒരു ബ്രാഞ്ചായ അഫറൻ്റ് ആർട്ടീരിയോൾ വന്ന് ഗ്ലോമറുലസ് ആവുന്നു എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് കാപ്പിലറീസിലെ എൻഡോത്തീലിയത്തിൻ്റെയും പിന്നെ നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയത്തിൻ്റെയും ബേസ്മെൻറ്റ് മെംബ്രെയിനും, ഈ 3 ലെയേഴ്സാണ് ഈ ഫിൽട്രേഷന് ഇമ്പോർട്ടൻ്റ് റോൾ ഉള്ളത്. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, അടുത്തത് നമ്മുടെ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ഓക്കെ, ട്യൂബുലാർ റീഅബ്സോർപ്ഷനിൽ നോക്കിയേ, ട്യൂബുലാർ റീഅബ്സോർപ്ഷനിലാണ് 99% ഫിൽട്രേറ്റ്സും അബ്സോർബ് ചെയ്യുന്നത്. നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഉള്ള ന്യൂട്രിയൻസ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇതെല്ലാം അബ്സോർബ് ചെയ്യുന്നു. 99% അബ്സോർപ്ഷൻ നടക്കുന്നു ഇൻ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. നമ്മുടെ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളും ഹെൻലീസ് ലൂപ്പിലും ഒക്കെ വെച്ച് ഈ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ, DCTയിലും ഒക്കെ. അടുത്ത സംഭവം എന്താണ്, നമ്മുടെ ട്യൂബുലാർ സെക്രീഷൻ. അത് നമ്മുടെ എവിടെ എത്തുമ്പോഴാണ്, നമ്മുടെ ഡിജിറ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബുകളും കളക്റ്റിംഗ് ഡക്റ്റൊക്കെ എത്തുമ്പോഴാണ് ട്യൂബുലാർ സെക്രീഷൻ വരുന്നത്. സെക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, എന്തിനാണത്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ pH-ഉം അയോണിക് ബാലൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. അയണിക് ബാലൻസ്, ആസിഡ് ബേസ് ബാലൻസ്, pH ബാലൻസ് ഒക്കെ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഇവരെന്തൊക്കെ റിലീസ് ചെയ്യുന്നു, സെക്രീറ്റ് ചെയ്യുന്നു, സോഡിയം, പൊട്ടാഷ്യം ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോഡിയം, പൊട്ടാഷ്യം, സോഡിയം, പിന്നെ H+ അയോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അയോണിക് ആസിഡ് ബേസ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം യൂറിൻ ഫോർമേഷൻ്റെ കുറച്ച് സ്റ്റെപ്സ്. നമ്മുടെ നെഫ്രോൺസിൻ്റെ ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കിയേ. ഫസ്റ്റ് കണ്ടോ, ഗ്ലോമറുലസ് കുറച്ച് നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള സൊല്യൂട്ട്സിനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് ഇവിടെ വരുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വരുന്നു. പിന്നെ അത് നമ്മുടെ PCTയിലോട്ട് പോകുന്നു. അവിടെ നിന്ന് എന്തൊക്കെയാണ്, വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ ആയി കുറേ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്തു. പിന്നെ അത് നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിയിലോട്ട് പോകുന്നു, ഡിസെൻഡിങ് ലിംബിലോട്ട് വരുന്നു. ഡിസെൻഡിങ് ലിംബ് വാട്ടറിനെയൊക്കെ ഫിൽട്രേറ്റ് ചെയ്ത് വാട്ടറിനെ ഇങ്ങോട്ട് വിടുന്നു. ഓക്കെ, ഡിസെൻഡിങ് ലിംബിൽ എന്താ, വാട്ടർ ഇങ്ങോട്ട് പോകുന്നു, അപ്പോൾ യൂറിൻ കോൺസെൻട്രേറ്റ് ആവുന്നു. പിന്നെ അസെൻഡിങ് ലിംബിൽ വരുന്നു. അസെൻഡിങ് ലിംബിൽ നിന്ന് എന്താ അബ്സോർബ് ചെയ്യുന്നത്, സോഡിയവും ക്ലോറിനും ഒക്കെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അത് പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ് ആണ്. പക്ഷേ വെള്ളം അവിടെ എടുക്കുന്നില്ല, വെള്ളം എടുക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ഡിസെൻഡിങ് ലിംബിൽ. അസെൻഡിങ് ലിംബ് എത്തിയപ്പോൾ അവിടെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ എടുക്കുന്നു. പിന്നെ അത് എങ്ങോട്ട് പോയി നോക്കിയാൽ DCTയിലോട്ട് പോയി. DCTയിൽ എന്താ നടക്കുന്നത്, സെലക്റ്റീവ്ലി അവർ സെക്രീറ്റ് ചെയ്യുക അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ,
പല അയോൺസിനെയും സെലക്റ്റീവ് എന്ന് വെച്ചാൽ ആവശ്യത്തിന് നമ്മുടെ ബോഡിയിൽ നീഡ്സ് നോക്കിയിട്ടൊക്കെ ചെയ്യുന്നു, സെലക്റ്റീവ് അബ്സോർപ്ഷനൊക്കെ ചെയ്യുന്നു, അവിടെ സെക്രീഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റ്, അവസാനത്തെ കളക്റ്റിംഗ് ഡക്റ്റ് കണ്ടോ, കളക്റ്റിംഗ് ഡക്റ്റ് എന്ത് ചെയ്യുന്നു, പിന്നെയും ബാക്കി എന്തെങ്കിലും റിമൂവ് ഉണ്ടെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വാട്ടറിനെ ഇലക്ട്രോലൈറ്റ്സിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചർ, നെഫ്രോണിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതാ യൂറിൻ ഫോർമേഷൻ തന്നെയാണ്, ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, അപ്പോൾ 3 സ്റ്റെപ്പ് നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലർ സെക്രീഷൻ. ഇൻ ഗ്ലോമറുലർ ഫിൽട്രേഷൻ വാട്ടർ ആൻഡ് സൊല്യൂട്ട്സ് സ്മോളർ ദാൻ പ്രോട്ടീൻസ് ആർ ഫോഴ്സ്ഡ് ടു ദ കാപ്പിലറി വാൾസ് ആൻഡ് പോഴ്സ് ഓഫ് ഗ്ലോമറുലാർ ക്യാപ്സ്യൂൾ ഇൻ ടു റീനൽ ട്യൂബ്യൂൾ. ഇവിടെ എത്തിയപ്പോൾ എന്തായിരുന്നു, അപ്പോൾ അവിടെ കൂടെ നമ്മുടെ ഗ്ലോമറുലസിൽ കൂടെ നമ്മളിങ്ങനെ പോയിട്ട് മാക്സിമം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് എന്താ ഉണ്ടായത്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടായി. പിന്നെ ട്യൂബുലർ റീഅബ്സോർപ്ഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തെല്ലാം, വാട്ടർ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഇതെല്ലാം നമ്മുടെ ഫിൽട്രേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളങ്ങ് അബ്സോർബ് ചെയ്തു, റീഅബ്സോർപ്ഷൻ. പിന്നെ നമ്മുടെ സെക്രീഷൻ എന്തിനാണ്, നമ്മുടെ ആസിഡ് ബേസ് ബാലൻസും അയണിക് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ട്യൂബുലർ സെക്രീഷൻ നടന്നു. ഓക്കെ, അപ്പം നമ്മുടെ കിഡ്നി പറഞ്ഞു, കിഡ്നിയുടെ മെയിൻ ആളായ നമ്മുടെ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റായ നെഫ്രോൺസിനെ പറ്റി അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, നമ്മുടെ യൂറിൻ ഫോർമേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഇനി നമ്മുടെ കിഡ്നീൻ്റെ ഫങ്ഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യണ്ടേ, നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾ ആരൊക്കെയാണ്, ADH റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, റെനിൻ ആൻജിയോടെൻസിൻ ഉണ്ട്, ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കിഡ്നിയുടെ എല്ലാ ഫങ്ഷൻസും ഇപ്പം ചിലപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറവായിരിക്കും, നേരെ ഫിൽട്രേറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് വെച്ചോ, അപ്പോൾ ആര് കയറി ആക്ട് ചെയ്യും, നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ ആക്ട് ചെയ്യും. ഈ റെനിൻ ആൻജിയോടെൻസിൻ ആക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനെ ഓക്കെ ആക്കും. അപ്പോഴേക്ക് ആരും ആക്ട് ചെയ്യും, നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരുന്ന ആളാണ് നമ്മുടെ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ ആക്ട് ചെയ്യും. അപ്പോൾ ഈ 3 പേരുമാണ് ADH. നമുക്കിപ്പം ഡയൂറസിസ്, കൂടുതൽ യൂറിൻ ഫോർമേഷൻ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ADH, അപ്പോൾ അങ്ങനെ ADH അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. മൊത്തത്തിൽ നമ്മുടെ കിഡ്നി ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന 3 ആൾക്കാർ ആരൊക്കെയാണ്, ഒന്ന് ADH, ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷനും ചോദിക്കാം, അല്ലാതെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ADH എന്ന് പറഞ്ഞാൽ ഏതാണ്, ആൻറ്റി ഡൈയൂററ്റിക് ആണ്, ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ. പിന്നെ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ആൻഡ് ANF എന്ന് ചോദിച്ചാൽ എന്താണ്, ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ഓക്കെ, അപ്പോൾ ADH എന്താ ചെയ്യുന്നത് നോക്കിയേ, ADH വാട്ടർ റീഅബ്സോർപ്ഷൻ കൂട്ടുന്നു. ഇപ്പോൾ വാട്ടർ റീഅബ്സോർപ്ഷൻ കുറവുള്ള സമയത്തൊക്കെ നമ്മൾ ADH റിലീസ് ചെയ്യും. അപ്പോൾ ADH നമ്മളൊരു ഡിസീസൊക്കെ ഉണ്ട്, ADHൻ്റെ കൂടുന്നതൊക്കെ നമുക്ക് അസുഖത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഡിസീസസിൽ. ഇപ്പോൾ ADH എന്ന് പറയുമ്പോഴത്തേക്കും ADH ഫെസിലിറ്റേറ്റ് വാട്ടർ റീഅബ്സോർപ്ഷൻ ആൻഡ് ഇറ്റ് കൺസ്ട്രിക്ട്സ് ദ ബ്ലഡ് വെസൽസ്. അപ്പോൾ കിഡ്നി ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഹോർമോണാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഓക്കെ, അപ്പോൾ ആൻറ്റി ഡയൂററ്റിക് ഹോർമോണായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഡിസീസാണ് നമ്മളിനി പഠിക്കും, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് ADH ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, വാട്ടർ റീഅബ്സോർപ്ഷനൊക്കെ ഉണ്ടായിട്ട് ഈ യൂറിൻ ഫോർമേഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഹോർമോണാണ് ADH. പിന്നെ നമ്മുടെ ആളാരാണ്, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. ഓക്കെ, റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എപ്പോഴാണെന്നറിയോ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറവായിരിക്കുന്ന സമയത്ത് ആരാ വരുന്നത്, നമ്മുടെ റെനിൻ എന്ത് ചെയ്യും, റെനിൻ വരും. റെനിൻ വന്നു കഴിഞ്ഞാൽ റെനിൻ നമ്മുടെ ബ്ലഡിൽ നിന്ന് ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും, പിന്നെ ആൻജിയോടെൻസിൻ 2 ആക്കും. അങ്ങനെ നമ്മുടെ GFR കൂട്ടും. GFR എന്ന് പറഞ്ഞാൽ എന്താണ്, GFR ചോദിക്കാം, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഓക്കെ, അപ്പോൾ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ GFR കുറയുമ്പോൾ റെനിൻ സെക്രീറ്റ് ചെയ്യുന്നു. ഈ റെനിൻ എന്താ ചെയ്യുന്നത്, റെനിൻ ബ്ലഡിൽ നിന്നുള്ള ആൻജിയോടെൻസിനോജനെ ആദ്യം ആൻജിയോടെൻസിൻ 1 ആക്കുന്നു, പിന്നെ ആൻജിയോടെൻസിൻ 2 ആക്കുന്നു. അങ്ങനെ GFR ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, GFR കൂടുന്നു. അതുപോലെ തന്നെ അത് അഡ്രീനൽ കോർട്ടെക്സിലും ആക്ട് ചെയ്യും. ഈ റെനിൻ ആൻജിയോടെൻസിൻ 2 അഡ്രീനൽ കോർട്ടെക്സിൽ ആക്ട് ചെയ്ത് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. ഇനി അടുത്തത് നമ്മുടെ ANF ആണ്. ANF എന്ന് പറഞ്ഞാൽ എന്താണ്, ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാസോ ഡയലേഷനാണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും
ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവരുണ്ടാക്കുന്നതിന് ഇത് കൂടുതലായിട്ട് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ANF എത്തുന്നു. ANF ഇവരെ ക്രിസ് ക്രോസ് ആയിട്ട് ഇവർ വേഴ്സ് ഓഫ് കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, വേഴ്സ് ഓഫ് ഡയലേഷൻ ഉണ്ടാക്കിയിട്ട് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു. ഓക്കെ, ANF. അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന 3 ഹോർമോൺസ് പറഞ്ഞു. ആരൊക്കെയായിരുന്നു? ആരായിരുന്നു? നമ്മുടെ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ഉണ്ട്, ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ ഉണ്ട്, പിന്നെ നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ എന്തൊക്കെയാണ് ഇപ്പോൾ കിഡ്നിയിൽ സംഭവിച്ചത്? നമ്മുടെ കിഡ്നിയിൽ നെഫ്രോൺസ് നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെയൊക്കെ അബ്സോർബ് ചെയ്ത് നമ്മൾ യൂറിൻ ഉണ്ടായല്ലോ. ഈ യൂറിൻ ബോഡിയിൽ ഉണ്ടായാൽ മതിയോ? നമ്മുടെ കിഡ്നിയിൽ ഉണ്ടായി അല്ലേ? നമ്മുടെ കിഡ്നിയിലെ നെഫ്രോൺസിൽ വെച്ച് നമ്മൾ ഉണ്ടായി എന്ന് പറഞ്ഞു ഇല്ലേ? ഉണ്ടായിരുന്നാൽ മതിയോ? നമുക്ക് ഇത് പുറത്തോട്ട് പോകണ്ടേ? നമുക്കത് പുറത്തോട്ട് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അപ്പം നമ്മുടെ ഈ യൂറിൻ 2 യൂറീറ്ററിലൂടെ വന്നു, ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തു, യൂറീത്രയിലൂടെ പോകുന്നു. ആ മെക്കാനിസത്തിനെയാണ് നമ്മൾ മിക്ചുറേഷൻ എന്ന് പറയുന്നു. മിക്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് യൂറിൻ ഈസ് കോൾഡ് മിക്ചുറേഷൻ. ഇറ്റ് ഈസ് എ ന്യൂറൽ മെക്കാനിസം. ഓക്കെ, അതൊരു ന്യൂറൽ മെക്കാനിസമാണ്. മിക്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലീസ് ഓഫ് യൂറിനെയാണ് നമ്മൾ മിക്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലാഡറിൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് ആരെ അറിയിക്കും? നമ്മുടെ CNSൽ അറിയിച്ചിട്ട് CNS ആണ് നമ്മുടെ യൂറീത്ര ഓപ്പൺ ചെയ്യുന്നു, അങ്ങനെ യൂറിൻ പുറത്തു പോകുന്നു. അപ്പോൾ യൂറിനെ പറ്റി പറയുകയാണെങ്കിൽ യൂറിൻ നമുക്കറിയാം ലൈറ്റ് യെല്ലോ കളേർഡ് വാട്ടറി ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. എത്രയാണ് ഉണ്ടാവുന്നത്? 1 to 1.5 liters ഓഫ് യൂറിൻ എക്സ്ക്രീറ്റഡ് പെർ ഡേ. ഓക്കെ, നമ്മൾ എത്രയാണ് GFR ഉണ്ടായത്? വെരി ഇമ്പോർട്ടൻ്റ്. എത്രയായിരുന്നു? 125 ml GFR ഉണ്ടായി. എത്രയാ? പെർ മിനിറ്റ്. ഓക്കെ, അല്ലെങ്കിൽ 180 ലിറ്റർ GFR ഉണ്ടായി പെർ ഡേ. പക്ഷേ യൂറിൻ ഉണ്ടായത് എത്രയാണ്? യൂറിൻ 1 to 1.5 liters ഓഫ് യൂറിനാണ് ഉണ്ടായത്. യൂറിൻ സ്ലൈറ്റ്ലി ആസിഡിക് ആണ്. യൂറിൻ്റെ pH 6 ആണ്. അപ്പോൾ യൂറിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിന്, റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ മിക്ചുറേഷൻ എന്ന് പറയുന്നു. പിന്നെ യൂറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈറ്റ് യെല്ലോ കളേർഡ് വാട്ടറി ഫ്ലൂയിഡ്. 1 to 1.5 liters ഓഫ് യൂറിനാണ് നമുക്ക് 1 day എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. യൂറിൻ എന്ന് പറയുന്നത് ആസിഡിക് ആണ്, pH 6 ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു കിഡ്നിയാണ് ഇമ്പോർട്ടൻ്റ് ഓർഗൻ ഓഫ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞു. ഇനി കിഡ്നിയിലൂടെ മാത്രമാണോ എക്സ്ക്രീഷൻ നടക്കുന്നത്? കിഡ്നി അല്ലാതെ വേറെ ഓർഗൻസ് ഉണ്ട് എക്സ്ക്രീഷന്. അതേതൊക്കെയാണെന്ന് നോക്കിയാലോ? കിഡ്നി മാത്രമല്ല, ലങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ, സ്കിൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ, ലിവർ, ഇൻറ്റസ്റ്റൈൻ ആൻഡ് സലൈവറി ഗ്ലാൻഡ്സ്. ഓക്കെ, അപ്പോൾ ലങ്സ് ഉണ്ട്, സ്കിന്നുണ്ട്, ലിവർ ഉണ്ട്, ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട്. ദേ ആർ ഓൾ എക്സ്ക്രീറ്ററി ഓർഗൻസ്. അപ്പോൾ അവർ ഓരോരുത്തരുടെ എങ്ങനെയാണ് എക്സ്ക്രീഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ലങ്സ് എങ്ങനെയാണെന്നറിയോ? ലങ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, നമുക്കറിയാമല്ലോ ലങ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എക്സെയിൽ ചെയ്യുന്നു. അപ്പോൾ അവിടെ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നുണ്ട്, വാട്ടറിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കിന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് സ്വെറ്റും സെബവും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. സ്കിന്ന് നമുക്ക് വേർപ്പ് വരുന്നതൊക്കെ. അപ്പോൾ സ്കിന്നും ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ്. പിന്നെ ലിവറിൽ നമ്മൾ യൂറിയ ഉണ്ടാവുന്നുണ്ട്. ലിവർ കൊളസ്ട്രോൾ, സ്റ്റിറോയിഡ്, വൈറ്റമിൻ, ഡ്രഗ്സ് ഒക്കെ ലിവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ലിവർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ. ഓക്കെ, ഇൻറ്റസ്റ്റൈനും ഒരു ഇമ്പോർട്ടൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗനാണ്. ഇൻറ്റസ്റ്റൈനും നമ്മളെ ഈ ഫീസസിൻ്റെ കൂടെ ഇൻറ്റസ്റ്റൈന് കാൽഷ്യവും അയണും ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അവിടെയും നമ്മുടെ കുറച്ച് എക്സ്ക്രീഷൻ നടക്കുന്നുണ്ട്, എക്സ്ക്രീറ്ററി ഓർഗനാണ്. ഇനി നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സ് വരുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ഈസ് ഓൾസോ ആൻ എക്സ്ക്രീറ്ററി ഓർഗൻ. ഓക്കെ, അതും എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലെഡ്, പൊട്ടാഷ്യം അയോഡൈഡ്, തയോസൈനേറ്റ് ഒക്കെ അങ്ങനെ സലൈവറി ഗ്ലാൻഡ്സും. അപ്പോൾ നമ്മുടെ കിഡ്നി മാത്രമല്ല എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ടുള്ളത്. വേറെ അതർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻക്ലൂഡ് ലങ്സ്, സ്കിൻ, ലിവർ, ഇൻറ്റസ്റ്റൈൻ ആൻഡ് സലൈവറി ഗ്ലാൻഡ്സ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഡിസോർഡേഴ്സ് ഓഫ് നമ്മളിപ്പോൾ നോർമൽ എക്സ്ക്രീറ്ററി ഫങ്ഷനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ഫങ്ഷന് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു അസുഖമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഡിസീസസ് നോക്കാം.
അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഡിസീസസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം യൂറീമിയ. നമ്മൾ പറഞ്ഞല്ലോ ഹ്യൂമൻ ബീങ്സ് എങ്ങനത്തെ ആയിരുന്നു, ഏത് മോഡ് ഓഫ് എക്സ്ക്രീഷനാണ് ഹ്യൂമൻ ബീങ്സിൽ, യൂറിയോടെലിക് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ യൂറിയ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അഥവാ യൂറിയ നമ്മുടെ ബോഡിയിൽ കൂടുതൽ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷനെ യൂറീമിയ എന്ന് പറയുന്നു. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ പ്രസൻസ് ഓഫ് എക്സസ് യൂറിയ ഇൻ ദ ബ്ലഡ്. ഇനി റീനൽ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കിഡ്നിയിൽ ക്രിസ്റ്റലൈസ്ഡ് ഇപ്പോൾ ക്രിസ്റ്റൽസ് ആയിട്ട് യൂറിനൊന്നും ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. ചില കാൽഷ്യം ഓക്സലേറ്റ് പല ടൈപ്പ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അപ്പോൾ ക്രിസ്റ്റൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയാണ് ക്രിസ്റ്റൽ ഉണ്ടാവുന്നത്, ഇപ്പോൾ ഇവിടെയൊക്കെ ക്രിസ്റ്റലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് യൂറിൻ ഫ്ലോയിനെ അഫക്റ്റ് ചെയ്യൂലേ. അപ്പോൾ നമുക്ക് യൂറിൻ പോകുമ്പോൾ ഭയങ്കര പെയിൻഫുൾ മിക്ചറേഷൻ ആയിരിക്കും. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അറിയുന്നത് സ്റ്റോൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വാട്ടർ ഇൻടേക്ക് ഒക്കെ കുറവുള്ളവരിൽ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം വാട്ടർ കൂടുതലായാൽ മാത്രമേ ബാക്കി നമ്മുടെ ബോഡിയിലെ ടോക്സിൻസിനെയൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ വാട്ടർ ഇൻടേക്ക് കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ചില ടോക്സിൻസ് ഒക്കെ അങ്ങ് അക്യുമുലേറ്റ് ചെയ്ത് ക്രിസ്റ്റൽ ഫോമിലൊക്കെ ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതാണ് നമ്മുടെ റീനൽ കാൽക്കുലസ്. കുറച്ച് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് ഉണ്ടാവും ഓക്കെ നമ്മുടെ കിഡ്നിയിൽ. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും ആവാം. പല ടൈപ്പ് സ്റ്റോൺ ഉണ്ടാവും. അപ്പോൾ കാൽഷ്യം സ്റ്റോൺ ആണോ, ഓക്സലേറ്റ്, സൾഫേറ്റ്, അങ്ങനെ പല ടൈപ്പ് സ്റ്റോൺസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ആ സ്റ്റോൺ പല ലൊക്കേഷനിലായിരിക്കാം. ചില സ്റ്റോൺ ചെറുതായിരിക്കാം. ഇപ്പോൾ കുഞ്ഞ് സൈസിലുള്ളതാണെങ്കിൽ നമ്മൾ കുറേ വാട്ടർ ഇൻടേക്ക് കൂട്ടിയാൽ തന്നെ പോകും. പിന്നെ അതിൻ്റെ സൈസ് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമല്ലോ. സൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ്റെ ആവശ്യം വരും. അപ്പോൾ അതാണ് റീനൽ കാൽക്കുലേ, കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്. നമ്മൾ അനാട്ടമി പഠിക്കുമ്പം വാട്ട് ഈസ് ഐറ്റിസ്? ഐറ്റിസ് എന്ന് പറയുന്ന ടേം, ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ എന്നാണ് അർത്ഥം. ഐറ്റിസ് ദ ടേം, അനാറ്റമിയിൽ എപ്പോഴും ആ ടെർമിനോളജി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടേമിനും അതിൻ്റേതായ. അപ്പോൾ ആ ടേം ഇപ്പോൾ നമ്മളൊരു ഐറ്റിസ് പഠിച്ചു വെച്ചാൽ നമുക്കറിയാം നെഫ്രൈറ്റിസ്, ഇറ്റ് ഈസ് എ ഇൻഫ്ലമേഷൻ ഓഫ് നെഫ്രോൺ. ഗ്ലോമെറുലാർ നെഫ്രൈറ്റിസ്, ഓക്കെ, റൈനൈറ്റിസ്, അങ്ങനെ എല്ലാം ഐറ്റിസ് വരും. ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. അപ്പോൾ എന്താണ് ഇവിടെ ഏതാ? ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്. അപ്പോൾ എന്തായിരിക്കും? എവിടത്തെ ഇൻഫ്ലമേഷൻ ആയിരിക്കും? നമ്മുടെ ഗ്ലോമെറുലസിൽ, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമെറുലസ് ഓഫ് കിഡ്നി. അപ്പോൾ ഗ്ലോമെറുലസിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഗ്ലോമെറുലസിൻ്റെ ഫംഗ്ഷൻ നടക്കുമോ? ഇല്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. ഇനി ആർട്ടിഫിഷ്യൽ കിഡ്നി. ഓക്കെ, കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി വയ്ക്കുന്നു. ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യുന്നതൊക്കെ അറിയാമല്ലോ. അതായത് ഡയാലിസിസിൻ്റെ പ്രൊസീജിയറിൽ ബ്ലഡ് ഡ്രെയിൻഡ് ഫ്രം ബ്ലഡിനെ പമ്പ് ചെയ്ത് നമ്മുടെ കിഡ്നി നേരെ ഫംഗ്ഷൻ ചെയ്യാത്തപ്പോഴത്തേക്ക് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കിഡ്നി, അതാണ് ഡയാലിസിസ് യൂണിറ്റിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എല്ലാം, നമ്മുടെ ബോഡിക്ക് ബ്ലഡ് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ബോഡിയിൽ എന്തെല്ലോ നമ്മുടെ അസുഖങ്ങൾ കൊണ്ട് നമ്മുടെ കിഡ്നിക്ക് നേരെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ബ്ലഡിനെ എന്ത് ചെയ്യും? നമ്മൾ ബ്ലഡിനെ എടുത്ത് വേറൊരു ആൾക്ക് കൊടുക്കും. അത് ആർട്ടിഫിഷ്യൽ കിഡ്നി, അത് ആർട്ടിഫിഷ്യൽ യൂണിറ്റിൽ കൊടുത്തിട്ട് അത് ഫിൽറ്റർ ചെയ്യും. നമ്മുടെ കിഡ്നി ചെയ്യുന്നത് പോലെ എല്ലാം ഫിൽറ്റർ ചെയ്ത് തിരിച്ച് പമ്പ് ചെയ്ത് വിടും. തിരിച്ച് പമ്പ് ചെയ്ത് നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കും. അതാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി. ഹീമോഡയാലിസിസ് പ്രൊസീജിയറിലൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ റീനൽ ഫെയിലിയർ മീൻസ് നമ്മുടെ കിഡ്നി ഫെയിലിയർ വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഡയാലിസിസിലോട്ടൊക്കെ പോവുക. അപ്പോൾ കിഡ്നി ഫെയിലിയർ എന്ന് വെച്ചാൽ കിഡ്നീസ് ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥ. ഓക്കേ, അപ്പം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എക്സ്ക്രീഷൻ എന്താന്ന് പറഞ്ഞു. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഹാംഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ്, അമോണിയ, യൂറിയ, യൂറിക് ആസിഡിനെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ്. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് കിഡ്നീസ്, എ പെയർ ഓഫ് യൂറീറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറീത്ര. പിന്നെ നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, എക്സ്ക്രീഷൻ്റെ ടൈപ്സ് പറഞ്ഞിരുന്നു. അമോണോടെലിക്, ഒരു ടെലിസം ആഡ് ചെയ്താൽ മതി. അമോണിയ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നവർ അമോണോടെലിക്, യൂറിയാണ് റിമൂവ് ചെയ്യുമെങ്കിൽ യൂറിയോടെലിക്, പിന്നെ യൂറിക് ആസിഡാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ യൂറിക്കോടെലിക്. ഇതിൽ ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള എന്താണ്? അമോണിയ ആണെന്ന് അറിയാം. അമോണിയ ഈസ് വെരി ഹാംഫുൾ. അപ്പോൾ അമോണിയ റിലീസ് ചെയ്യാനായിട്ട് കൂടുതൽ വാട്ടർ വേണ്ടി വരും. പക്ഷേ യൂറിക് ആസിഡ് റിലീസ് ചെയ്യാനായിട്ട് അത്ര വാട്ടർ വേണ്ട. അപ്പോൾ നമ്മുടെ മാമൽസ് ഒക്കെ യൂറിയോടെലിക് ആണ്. പിന്നെ നമ്മുടെ ഓർഗൻസ് പറയുകയാണെങ്കിൽ എ പെയർ ഓഫ് കിഡ്നീസ് പറഞ്ഞു, പിന്നെ യൂറീറ്റർ പറഞ്ഞു, യൂറിനറി ബ്ലാഡർ പറഞ്ഞു, യൂറീത്ര പറഞ്ഞു. പിന്നെ ഇത് കണ്ടല്ലോ, ആർട്ടറിയാണ്, റീനൽ ആർട്ടറി, റീനൽ വെയിൻ. റീനൽ ആർട്ടറിയാണ് കിഡ്നിക്ക് ആർട്ടീരിയൽ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. റീനൽ വെയിനാണ് വീനസ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ കിഡ്നി പറഞ്ഞിരുന്നു. കിഡ്നി എന്തായിരുന്നു? കിഡ്നി റെഡിഷ് ബ്രൗൺ ബീൻ ഷേപ്ഡ് സ്ട്രക്ചറാണ്. കിഡ്നിയുടെ ലൊക്കേഷൻ പറയുമ്പോൾ ഇറ്റ് ഈസ് ബിറ്റ്വീൻ T12 ആൻഡ് L3 എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ കിഡ്നിയുടെ സ്ട്രക്ചർ പറഞ്ഞായിരുന്നു. കിഡ്നിയുടെ സ്ട്രക്ചർ എന്തായിരുന്നു?
കിഡ്നിയുടെ സ്ട്രക്ചർ പിക്ചർ എടുക്കാം. കിഡ്നിയുടെ സ്ട്രക്ചർ എന്തായിരുന്നു? കിഡ്നിക്ക് ആദ്യം പുറമേ ഒരു റീനൽ ക്യാപ്സ്യൂളുണ്ട്. കിഡ്നിയുടെ ഏറ്റവും പുറമേ ഒരു റീനൽ ക്യാപ്സ്യൂളുണ്ട്. പിന്നെ കിഡ്നിയുടെ അകത്ത് എന്തൊക്കെയായിരുന്നു? ഒരു കോർട്ടെക്സ് ഉണ്ട്, മെഡുല ഇസ് ദെയർ. റീനൽ കോർട്ടെക്സ് ആൻഡ് റീനൽ മെഡുല, ഒരു ഔട്ടർ കോർട്ടെക്സ്, മെഡുല. മെഡുലയിൽ ആരാ ഉള്ളത്? മെഡുലയിൽ നമ്മുടെ ഒരു ഇൻവേർട്ടഡ് പിരമിഡ്സ് കണ്ടോ, കുറേ പിരമിഡ്സ്. ഇതാണ് എന്തായിരുന്നു പറയുന്നത്? മെഡുലയിൽ ഇരിക്കുന്നതുകൊണ്ട് അതിനെ മെഡുലറി പിരമിഡ് എന്ന് പറയുന്നു. ഓക്കെ, ഈ പിരമിഡ് എല്ലാം കൂടെ ഇങ്ങനെ പോകുന്ന സ്ഥലത്തിൻ്റെ ഇതിനെന്താ പറയുന്നത്? മൈനർ കാലിക്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്? മൈനർ കാലിക്സ്. ഈ മൈനർ കാലിക്സ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് ഇവിടെ എന്താ പറയുന്നത്? മേജർ കാലിക്സ് എന്ന് പറയുന്നു. അപ്പോൾ റീനൽ ക്യാപ്സ്യൂളുണ്ട്, പിന്നെ റീനൽ കോർട്ടെക്സ്, മെഡുലയിൽ ഇൻവേർട്ടഡ് പിരമിഡൽ സ്ട്രക്ചേഴ്സ് കോൾഡ് മെഡുലറി പിരമിഡ്സ് ഡ്രെയിൻ ചെയ്യുന്ന സ്ഥലം, ആ സ്മോൾ സംഭവങ്ങളെ മൈനർ കാലിക്സ്, പിന്നെ മേജർ കാലിക്സ്, പിന്നെ ഹൈലം വരുന്നു, പിന്നെ റീനൽ പെൽവിസ്, പിന്നെ യൂറീറ്ററിലോട്ട് താഴോട്ട് വരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ, അനാട്ടമി. പിന്നെ നമ്മുടെ കിഡ്നിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, നമ്മുടെ ഒരു കിഡ്നിയിൽ എത്ര നെഫ്രോൺസ് ഉണ്ടെന്ന് നോക്കിയേ? 1 മില്യൺ നെഫ്രോൺസ് അടുപ്പിച്ചുണ്ട് നമുക്ക് ഈ കിഡ്നിയിലെ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട്. നമ്മൾ ഒരു നെഫ്രോണാണ് ഈ വരച്ചേക്കുന്നത്, ഒരു നെഫ്രോണാണ്. നെഫ്രോണിൽ എന്തൊക്കെയാണ് പാട്ട്? ഇത് ഇത്രയും നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂള്, പിന്നെ ഇത് ഇത്രയും എന്താ പറയുന്നത്? നമ്മുടെ റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നു. ഓക്കെ, അതിലാണ് നമ്മുടെ ഗ്ലോമറുലസ്, 2 പാർട്ടുണ്ട്. ഗ്ലോമറുലസ് എന്ന് പറയാം, ഗ്ലോമറുലസ് വിത്ത് ബോമൻസ് ക്യാപ്സ്യൂള്, പിന്നെ നമ്മുടെ റീനൽ ട്യൂബ്യൂൾ. ഈ റീനൽ ട്യൂബ്യൂൾ ആരൊക്കെ വരുന്നുണ്ട്? റീനൽ ട്യൂബ്യൂൾ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, കളക്റ്റിംഗ് ട്യൂബ്യൂൾ ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി, കളക്റ്റിംഗ് ട്യൂബ്യൂള്, പിന്നെ നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി, പിന്നെ ഈ 4 പേരും റീനൽ ട്യൂബ്യൂൾ വരുന്നവരാണ്. അപ്പോൾ നമ്മുടെ നെഫ്രോൺസ് പറഞ്ഞു, നെഫ്രോൺസിൻ്റെ 2 പാർട്ട്, നമ്മുടെ ബോമൻസ് കപ്പ് പോലെയുള്ള സ്ട്രക്ചർ, ബോമൻസ് ക്യാപ്സ്യൂൾ, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതാ ഗ്ലോമറുലസ് വരച്ചിരിക്കുന്നുണ്ടോ? ഗ്ലോമറുലസ് നമ്മുടെ ഇത് ആരാ? റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ അഫറൻറ്റ് ആർട്ടീരിയോൾ. ഇമ്പോർട്ടൻ്റ് ആണ്. അഫറൻറ്റ് ആർട്ടീരിയോൾ നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ട് എന്തായി? കുറേ ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എഫറൻറ്റ് ആർട്ടീരിയോളായിട്ട് പുറത്തു പോകുന്നു. അപ്പോൾ ഇതാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. ഈ ബോമൻസ് ക്യാപ്സ്യൂൾ എവിടെയാണ് ഉള്ളത്? ബോമൻസ് അല്ല, നമ്മുടെ ഗ്ലോമറുലസ് ഇരിക്കുന്ന സ്ഥലം എന്താണ്? ഒരു കപ്പ് പോലെ ഇരിക്കുന്ന സംഭവമാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. എന്താ നോക്കിയേ? ഒരു 2 വാളുള്ള ഡബിൾ വാൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് എൻക്ലോസസ് ഗ്ലോമറുലസ്. ഓക്കെ, ഇനി നമ്മുടെ റീനൽ ട്യൂബ്യൂൾ നോക്കാം. റീനൽ ട്യൂബ്യൂൾ നമ്മൾ ഏതൊക്കെ ട്യൂബ്യൂളുണ്ട്? റീനൽ ട്യൂബ്യൂൾ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് കളക്റ്റിംഗ് ട്യൂബ്യൂൾ. ഓക്കെ, അപ്പോൾ പ്രോക്സിമൽ, ഇനി ഒരു ഓക്കെ, അപ്പോൾ നമ്മുടെ നെഫ്രോണിൻ്റെ ഒരു നെഫ്രോണായിട്ട് വരച്ചിരിക്കുന്നത്. നെഫ്രോൺ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കിയേ? അപ്പോൾ ഈ നെഫ്രോൺ വരുമ്പോൾ നമ്മുടെ പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബിൾ, ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബിൾ, പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ ആൻഡ് കളക്റ്റിംഗ് ഡക്റ്റ്. ഈ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് പാരലലായിട്ട് പോകുന്ന ആളാരാ? പാരലലായിട്ട് പോകുന്ന നമ്മുടെ വാസ റെക്റ്റ. ഇവരുടെയൊക്കെ ഫംഗ്ഷൻ എന്താണ്? യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ കിഡ്നി ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് യൂറിൻ ഫോർമേഷൻ്റെ 3 സ്റ്റെപ്പ്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഇറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ചെയ്യുന്നയാൾ ഗ്ലോമറുലസ് ആണ്. ഒരു 1 ലിറ്റർ അല്ലെങ്കിൽ 1.2 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡിനെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത്, കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നത്. ഫിൽട്രേഷൻ നടക്കുന്ന 3 ലെയേഴ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽസ്, ബേസ്മെൻറ്റ് മെംബ്രെയിൻ ആൻഡ് എപ്പിത്തീലിയം ഓഫ് ബോമൻസ് ക്യാപ്സ്യൂൾ. ഈ ബ്ലഡ് വെസലിൻ്റെ എൻഡോത്തീലിയം, ഈ ഇടയ്ക്കുള്ള ബേസ്മെൻറ്റ് മെംബ്രെയിൻ, നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം. ഇനി നടക്കുന്നത് നമ്മുടെ ട്യൂബുലാർ റീഅബ്സോർപ്ഷനിൽ ഒരു 99% ഈ ഫിൽട്രേറ്റ് ചെയ്യുന്ന 99%ഉം അബ്സോർപ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സെക്രീഷൻ എന്തിനാണ്? ആസിഡിക് ആൻഡ് അയണിക് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ്. നമ്മുടെ യൂറിൻ ഫോർമേഷൻ നടക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന നമ്മുടെ നെഫ്രോൺസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻസ്. പിന്നെ നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ADH. ADH മീൻസ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ.
പിന്നെ നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ആൻഡ് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ, ഇവരൊക്കെയാണ് നമ്മുടെ കിഡ്നി ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓരോരുത്തരുടെ ഫംഗ്ഷൻ. നമ്മുടെ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്താണ്? വാട്ടർ റീഅബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അതുവഴി ബ്ലഡ് വെസൽസിനെയൊക്കെ കൺസ്ട്രിക്റ്റ് ചെയ്യുന്നു. റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എപ്പോഴാണ്? GFR നമ്മുടെ ഗ്ലോമറുലർ ഫിൽട്രേഷനൊക്കെ ലോ ആയിരിക്കുമ്പോൾ റെനിൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡിലെ ആൻജിയോടെൻസിനോജൻ ആൻജിയോടെൻസിൻ 1 പിന്നെ ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റി. അങ്ങനെ GFR ഇൻക്രീസ് ചെയ്യുന്നു. ANF ഹാർട്ട് റിലീസ് ചെയ്യുന്നതാണ്. അതെന്താ ചെയ്യുന്നത്? നമ്മുടെ BP കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. വാസോ ഡയലേഷൻ നടത്തുന്നു. പിന്നെ നമ്മൾ മിക്ചുറേഷൻ പറഞ്ഞു. എന്തായിരുന്നു? നമ്മൾ ഈ യൂറിനൊക്കെ ഫോം ചെയ്തല്ലോ, അത് റിലീസ് ചെയ്യേണ്ടേ ആ പ്രോസസ്സാണ് മിക്ചുറേഷൻ. യൂറിൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് യെല്ലോ കളേർഡ് വാട്ടറി ഫ്ലൂയിഡാണ്. ഒരു ദിവസം 1 to 1.5 ലിറ്റേഴ്സ് ഓഫ് യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. pH എന്ന് പറഞ്ഞാൽ യൂറിൻ്റെ pH 6 ആണ്. അതർ ഓർഗൻസ് പറഞ്ഞു. ലങ്സ്, സ്കിന്ന്, ലിവർ, ഇൻറ്റസ്റ്റൈൻ ആൻഡ് സലൈവറി ഗ്ലാൻസ്. ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും, നമ്മുടെ സ്കിന്നാണെങ്കിൽ സെബം റിലീസ് ചെയ്യുന്നുണ്ട്, സ്വെറ്റ്, ലിവർ യൂറിയ കൊളസ്ട്രോളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്, ഇൻറ്റസ്റ്റൈനും എക്സ്ക്രീഷന്, സലൈവറി ഗ്ലാൻസും ഇവരെല്ലാം എക്സ്ക്രീഷൻ. കിഡ്നി മാത്രമല്ല, ഇവരെല്ലാം എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ്. നമ്മൾ കുറച്ച് ഡിസോർഡേഴ്സ് പറയുന്നു. എന്തൊക്കെയായിരുന്നു? യുറീമിയ, യുറീമിയ എന്തായിരുന്നു? യൂറിയയുടെ കണ്ടൻറ്റ് കൂടുന്നതാണ് യൂറീമിയ. കാൽക്കുലേ, നമ്മുടെ കിഡ്നി സ്റ്റോൺ, അതെല്ലാവരും കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ്, ആർട്ടിഫിഷ്യൽ കിഡ്നി ആൻഡ് റീനൽ ഫെയിലിയർ. This is end of our class. Thank you.